നമ്മളൊരു സ്പെഷ്യൽ എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ സ്പെഷ്യലാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഇതാണ് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകും. നമ്മൾ കുക്കറി വെച്ച് തന്നെയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഞങ്ങൾ തക്കാളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അങ്ങനെ എല്ലാം കൂടി ഇട്ട് ചേർത്തുള്ള എളുപ്പത്തിലും വളരെ രുചികരമായ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. നമ്മളിവിടെ ബസ്മതി അരിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇതൊരു 4 ഗ്ലാസ് അരിയുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിച്ച് വെള്ളം വലിഞ്ഞ് ഉണക്കി എടുത്തു വെച്ച അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 ഗ്ലാസ്സാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. 4 സവോള ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം. അതായത് ഒരു 3 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ട്, അത് എരിവിലേശം കൂടുതൽ വേണ്ട ഉള്ളവർക്ക് ഇച്ചിരി കൂടുതൽ എടുക്കാം. ഒരു നാരങ്ങ. സവോള തീരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. ഇവിടെ ഞാനൊരു 3 സവോള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി. ഇതിവിടെ ഞാൻ എടുക്കുന്നത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല കിട്ടുന്നില്ല എങ്കിൽ സാധാരണ ഗരം മസാല എടുത്താലും മതി. മഞ്ഞൾപ്പൊടി. വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് നന്നായിട്ട് അടിച്ചെടുത്തത്. ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തത്. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്. ഞാനിവിടെ കുറച്ച് ബേ ലീഫ്, ഗ്രാമ്പു, ജാതിപത്രി, തക്കോലം, ഏലക്ക, കറുവാപ്പട്ട, കുരുമുളക് ഇത്രയും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില, പുതിനയില. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുളിയില്ലാത്ത തൈര് വേണം, നല്ല കട്ട തൈര് വേണം എടുക്കാൻ. ഉപ്പ്, വെളിച്ചെണ്ണ, നെയ്യ്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകട്ടെ അല്ലേ? ചൂടായി കഴിയുമ്പോൾ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പം എല്ലാവർക്കും നെയ്യ് ഇഷ്ടപ്പെടണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഞങ്ങളിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്പം പാൻ ചൂട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് ഒന്നാവുന്നോടം വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ കുക്കറിൽ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ എളുപ്പത്തിന് പാൻ വെച്ച് ഇതാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ലൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നിച്ച് ഫ്രൈ ആക്കി എടുക്കാം. നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ടാണ് നെയ്യിൽ വറുത്തത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് നമുക്കിത് കോരി വെക്കാം. പാൻ മാറ്റമൊന്നും വേണ്ട. നമുക്കിതിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ അല്പം നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ സവോള ഫ്രൈ ആക്കിയെടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാം. നെയ്യിൽ തന്നെ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം. ആദ്യം ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെക്കാം. നമുക്ക് ലൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് സകല ഉപ്പും കൂടി ഇട്ടാണെങ്കിൽ പെട്ടെന്ന് അത് വഴറ്റി കിട്ടും. നമുക്ക് അല്പം ഉപ്പെടുത്ത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം.
മുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ നെയ്യ് തന്നെ മതി. നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ഉപ്പ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ടേ. ഇതിലേക്ക് അല്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ബേ ലീഫ് ഉണക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതാണ്. അത് ഞങ്ങൾ 2 പീസ് ഇതിനകത്തേക്ക് ഇടുകയാണ്. നമ്മൾ ഈ നെയ്യിലേക്ക് ആ ബേ ലീഫ് ഇട്ട് വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പാചകം ചെയ്യാം. കുക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുക്കറിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്കെല്ലാം കുക്കറിൽ തന്നെ വെച്ച് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, ജാതിപത്രി, തക്കോലം, കുരുമുളക്, 4-5 ഏലക്ക, കറുവാപ്പട്ട. അതിനകത്തേക്ക് ചതച്ചിട്ടിടാം. അല്ലാതെ നമുക്ക് അതുപോലെ തന്നെ പീസായിട്ടാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാണ് കേട്ടോ. നമുക്ക് പച്ചമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഒന്ന് ആ പച്ചമുളക് മാറിയിട്ട് നമുക്ക് സവോള ചേർക്കാം കേട്ടോ. സവോള അങ്ങ് ഇട്ട് കൊടുക്കാം. സവോള ചെറുതായി വഴന്നാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കിട്ടും. അതൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ഒരു 1/2 സ്പൂൺ മതി. മഞ്ഞൾപ്പൊടി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തറി തക്കാളി നന്നായിട്ട് ഉടയണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണക്കാം. നന്നായി തണുത്ത ശേഷം നമുക്കിതിനകത്തേക്ക് തൈര് ഒഴിച്ച് വെക്കാം. തണക്കട്ടെ കേട്ടോ. തണുത്തിട്ടുണ്ടല്ലേ. നമുക്കിതിനകത്ത് തൈര് ആക്കി കൊടുക്കാം.
4 ടേബിൾ നല്ല കട്ട തൈര് വേണം, പുളി കുറഞ്ഞ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, നന്നായിട്ട് നല്ല മുരിഞ്ഞിട്ടുണ്ടല്ലേ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അല്ലേ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, എല്ലാം ഇട്ടതിന് ശേഷം ഓൺ ആക്കിയാൽ മതി. കുറച്ച് പുതിയനയിലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 4 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഉപ്പൊക്കെ വേണം, പാകത്തിനായോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഉപ്പ് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് വേണം നിൽക്കാൻ. അരിയും കൂടി ഇട്ട് കഴിയുമ്പോൾ അരിയിൽ ഉപ്പ് പിടിക്കണം. നമ്മളിനി അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുതിർത്ത് വെച്ച, നല്ല കഴുകി വാരി ഉണങ്ങി കുതിർത്ത് വെച്ച അരിയാണ്. അതുകൊണ്ട് നമുക്ക് ആ എടുക്കുന്ന അരിയുടെ അത്രയും ഗ്ലാസ് വെള്ളം മതി. നമുക്ക് ഈ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കഴുകി വാരി അന്നേരം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി ആണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ കൂടുതൽ നമ്മൾ ഒഴിക്കണം. ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ അരിയുടെ അപ്പുറം തന്നെ വെള്ളം മതി. നമുക്ക് മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. നമുക്കിതിലേക്ക് ഇച്ചിരി കൂടി ഫ്രൈ ചെയ്ത് വെച്ച സവോള ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടാതെ 2 അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി അതിന് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര കഷ്ണം നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. നമുക്ക് ചോറ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. നല്ല വിട്ട് കിട്ടും, ഓരോന്നായിട്ട് ഇട്ടും കുഴഞ്ഞു പോയില്ല. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒറ്റ വിസിലടിക്കാം. തുറക്കാൻ പോവാ. നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കർ എഗ്ഗ് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല വെള്ളമൊക്കെ പറ്റിയില്ലേ. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഇച്ചിരി സവോളയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം അല്ലേ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളി സൂപ്പർ എഗ്ഗ് ബിരിയാണി റെഡി. നമുക്കത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സൂപ്പറാണ് കേട്ടോ. ഈ എഗ്ഗ് ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വിഭവവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.